കഴിഞ്ഞ വ്യാഴാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൊരു പോസ്റ്റ് ഇട്ടു. 2026 തമിഴ്നാട്ടിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാലുടൻ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ടാസ്മാക്കിൻ്റെ അഴിമതിയാണ് പരാമർശിക്കുന്നത്, മദ്യപ്രളയവും അഴിമതിയുടെ കൊടുങ്കാറ്റും അവസാനിപ്പിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ എൻ ഡി എ ഇല്ല, എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഇപ്പോൾ അത് ശരിയായി വരാൻ ആ പോസ്റ്റ് ഇടാനുള്ള ഒരു കാരണം, അതിന് തൊട്ട് മുമ്പ് എടപ്പാടി പളനിസ്വാമിയും സംഘവും ആഭ്യന്തരമന്ത്രിയെ കണ്ടു, 45 മിനിറ്റ് ചർച്ച ചെയ്തു. AIADMK വീണ്ടും എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ വന്നത് എന്ന് പറഞ്ഞു. ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു, അണ്ണാമലയെ മാറ്റണം. കാരണം അണ്ണാമലയാണ് ഈ മുന്നണി ബന്ധം തകർത്തത് എന്ന് ആക്ഷേപം പളനിസ്വാമിക്കുണ്ട്. കാരണം നിരന്തരം AIADMKെതിരായ നിലപാടെടുക്കുന്നു. പക്ഷെ BJPക്ക് ഒരു വലിയ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അണ്ണാമലൈ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറഞ്ഞു എന്നാണ് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പൂടെ കഴിഞ്ഞാൽ BJP തനിച്ച് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിരുന്നു. അതിന് കേന്ദ്ര നേതൃത്വം വഴങ്ങി എന്നൊക്കെയാണ് കഥകൾ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാമെന്ന് പറഞ്ഞാൽ ഇനിയും ഒരു 5 വർഷം കൂടെ BJP ഒരു മുന്നണിയും ഇല്ലാതെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് ഒരു പക്ഷേ അണ്ണാമലയെ മാറ്റിയേക്കും. പക്ഷേ എന്നാൽ തമിഴ്നാട്ടിൽ വലിയ ജനകീയ അടിത്തറ BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ അണ്ണാമലയെ സഹായിച്ചിട്ടുണ്ട്. ഒരു നാഷണൽ ഫിഗറായി അണ്ണാമല മാറിയിട്ടുണ്ട്. അണ്ണാമലയ്ക്ക് ക്ഷീണമുണ്ടാകുന്ന ഒന്നും ചെയ്യാനും കേന്ദ്രം തയ്യാറല്ല. എന്തായിരിക്കും സംഭവിക്കുക? അണ്ണാമല മാറുന്നു തന്നെയാണ് തോന്നുന്നത്. അണ്ണാമലയ്ക്ക് ദേശീയ തലത്തിൽ വലിയ പദവികൾ വരാനും സാധ്യതയുണ്ട്. ഇത് മാറുന്നു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടപ്പാടി പളനിസ്വാമിയും ഈ അണ്ണാമലയും എടപ്പാടി പളനിസ്വാമിയും അണ്ണാമലയും ഗവർണർമാരാ. അപ്പൊ സൗഖ്യത്തില് 2 ഗവർണർമാര് പറ്റില്ല. അത് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ പുതിയ സ്വാധീന മേഖലകളിലേക്ക് പാർട്ടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നയനാർ നാഗേന്ദ്രന്റെ പേരാണല്ലോ കേൾക്കുന്നത്. തിരുനെൽവേലിയിലെ നയനാർ നാഗേന്ദ്രൻ തേവർ ആണ്. നയനാർ നാഗേന്ദ്രനും ഈ അണ്ണാമലയും തമ്മിൽ വലിയ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. നയനാർ നാഗേന്ദ്രൻ പലതവണ MLA ആയിട്ടുണ്ട്, വലിയ സ്വാധീനമുള്ള ആളാണ്. തിരുനെൽവേലി മേഖലയിൽ ഹോട്ടൽ ഉടമയൊക്കെയാണ്. അപ്പോൾ നയനാർ നാഗേന്ദ്രൻ ഈ പലപ്പോഴും ഈ BJP ആയതുകൊണ്ട് ഭയങ്കര ഉച്ചത്തിൽ അണ്ണാമലയെ പറ്റിയൊന്നും ചീത്തയൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും ഈ സഖ്യം വേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമാണ്. എന്താണെന്ന് വെച്ചാൽ നയനാർ നാഗേന്ദ്രൻ നേരത്തെ DMKയിൽ ഉണ്ടായിരുന്ന ആളാണ്. അല്ല, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ പറഞ്ഞിരുന്നു, AIADMKയും BJPയും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ കുറേ സീറ്റുകൾ കൂടി കിട്ടുമായിരുന്നു എന്ന് അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വോട്ട് വെച്ചിട്ട്. അതെ, നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ നയനാർ നാഗേന്ദ്രന്റെ വിജയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. വിജയിക്കാൻ സാധ്യതയുള്ളവരുടെ പേര് പറയുമ്പോൾ പിന്നെ പേര് വരുന്നത് L മുരുകന്റെ ആണല്ലോ. സാധ്യത പക്ഷേ വളരെ കുറവാണ്. കാരണം അവിടെ ഇനി വരേണ്ടത് പുതിയ സ്വാധീന മകളിലേക്ക് പോകേണ്ടതുമൊക്കെ ഈ തേവർ, പ്രത്യേകിച്ച് ഈ തിരുനെൽവേലി ആ ഭാഗം ഉണ്ടല്ലോ. കന്യാകുമാരിയിലൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തുമൊക്കെ പൊൻ രാധാകൃഷ്ണൻ ഒക്കെ നേരത്തെ തന്നെ സ്വാധീനമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചില ഈ സോണുകൾ 4 സോണുകൾ പിടിച്ചടക്കി ഒരു 150 സീറ്റൊക്കെ കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു സംഭവത്തിലേക്കാണ് BJP അവിടെ പോകേണ്ടത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ എടപ്പാടി പളനിസ്വാമി പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിൻ്റെ പാർട്ടിയുമായിട്ട് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു വിചാരിച്ചിരുന്നു. അത് മറ്റേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിപ്പോയി. വിജയ് ആയിരിക്കണം ഇതിന്റെ മൊത്തത്തിൽ സഖ്യത്തിന്റെ നേതാവ്, ഞാനായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ വിജയുടെ നേതാവ് പ്രശാന്ത് കിഷോറാണല്ലോ. അപ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്ന പോലെയാണ് അയാൾ മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ സ്ഥലത്തും പോയി സംസാരിക്കുന്നതൊക്കെ. പക്ഷെ തിരക്കഥ വേണമല്ലോ നടനാവുമ്പോൾ സംസാരിക്കാൻ. അതുകൊണ്ട് കഴിഞ്ഞ മീറ്റിംഗ് ഒക്കെ വലിയ പൊളിവായിപ്പോയി. പിന്നെ ഒരു വാചകം പറയുമ്പോൾ കൈയടിക്കാനായിട്ട് ആരാധകരൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വാചകം പറയുമ്പോഴും കയ്യടിയായതുകൊണ്ട് പ്രശാന്ത് കിഷോർ എഴുതി കൊടുത്ത കടലാസ് ഉണ്ടായിരുന്നു, അതൊന്നും വായിക്കേണ്ടിയും വന്നില്ല. അപ്പം അങ്ങനെ ഒരു ഷോ ആയി പോയി. ഇയാൾ പറഞ്ഞിരുന്നു ഇയാൾക്ക്. അപ്പം അതുകൊണ്ട് പളനിസ്വാമി മുഖ്യമന്ത്രി ആവണമെന്നല്ലേ ആഗ്രഹം ഉണ്ടാവുന്നത്.
അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോഴാണ് വിജയ് മറ്റേ രാഷ്ട്രീയത്തിൽ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, അത് മാത്രമല്ല, ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ വിജയുടെ പാർട്ടി ഉണ്ടാവും, DMK മുന്നണി ഉണ്ടാവും, ഇന്ത്യ മുന്നണി, ഇപ്പുറത്ത് AIDMK വന്ന് NDAയും കൂടെ വന്നാൽ സ്പ്ലിറ്റ് ചെയ്ത് നഷ്ടപ്പെടാൻ പോകുന്നത് DMK വോട്ടുകളാണ്. DMK വോട്ടുകളാണ്. സ്വാഭാവികമായും വളരെ അനായാസം തമിഴ്നാട്ടിൽ AIDMK ഭരണം, NDA ഭരണം വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് സത്യത്തിൽ ഈ കേന്ദ്രത്തിൻ്റെ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് കുറേ ഭാഗങ്ങൾ, മറ്റേ സ്ഥലങ്ങൾ ത്രിപുര തുടങ്ങിയെല്ലാം പശ്ചിമ ബംഗാൾ നടന്നില്ല. പക്ഷെ പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷത്ത് ഇരിക്കുകയാണല്ലോ, പ്രതിപക്ഷ നേതൃസ്ഥാനമൊക്കെ ഉണ്ട്. ശരിക്കും ഇപ്പോൾ കർണാടക ഗേറ്റ് വേ ആയിരുന്നു BJPയുടെ പ്രവേശത്തിൻ്റെ. പിന്നെ രേവന്ത് റെഡ്ഡിയൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് വരുമല്ലോ, പഴയ ഇവിടുന്ന് പോയ ആളാണ്, ഇവിടുന്ന് പോയതാണ്. ആന്ധ്രയിലെ എന്തായാലും സഖ്യമാണുള്ളത്. പിന്നെ ഉള്ള ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആന്ധ്രയിൽ ഒന്നുകൂടെ ഉണ്ട്. അതായത് പവൻ കല്യാൺ ഇവിടെ ഫെവിക്കോൾ പോലെ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് TDPക്ക് ചന്ദ്രബാബു നായിഡുവിന് വിചാരിച്ചാലും പോകാൻ പറ്റില്ല. അതെ, പവൻ കല്യാണൊക്കെ പ്രയാഗ്രാജിൽ പോയ ആളാണല്ലേ, ശരിക്കും ഒരു ഹിന്ദുത്വയുടെ കൂടെ നടക്കുന്ന ആളാണ്. പവൻ കല്യാൺ ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലുമാണ്. അതെ, തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡു നന്നായിട്ട് അറിയാം. അത് നന്നായിട്ട് അറിയാം. കാരണം ഇനി നാരാ ലോകേഷ് എന്ന് പറഞ്ഞ മകനൊന്നും ആകണം എന്നൊരു നിർബന്ധമില്ല അവിടെ. ആ ലോകേഷൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല എന്ന്. അതുപോലെ ഉദയനിധി സ്റ്റാലിൻ ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലാണോ? അല്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇനി കേന്ദ്രം ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ് തമിഴ്നാട്. കേരളം എപ്പോൾ വേണമെങ്കിലും ഉന്തി എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ആദ്യം ഇത് കോൺഗ്രസ് മുക്തമാകണമല്ലോ. കേന്ദ്രം ഒരു 5 വർഷം കൂടെ പിണറായി ഭരിച്ചാൽ ശരിയാവുന്നേ ഉള്ളൂ. തമിഴ്നാട് അതിൻ്റെ ആവശ്യമില്ല, അത് DMK മുക്തമാവുകയാണ് വേണ്ടത്. പേടിയുണ്ട്, വല്ലാത്ത പേടിയുണ്ട്, സ്റ്റാലിനും വല്ലാത്ത പേടിയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴാ ഈ സെൻസസ് ഇനി നടക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയുള്ള തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടല്ലേ സെൻസസ് തന്നെ 2026 നടക്കാൻ പോകുന്നത്. അതെ, സെൻസസ് കഴിഞ്ഞിട്ടേ മണ്ഡല പുനർനിർണയമൊക്കെ ആലോചിക്കുള്ളൂ. ഇതിനു മുമ്പ് മണ്ഡല പുനർനിർണയം നടന്നപ്പോഴും നഷ്ടപ്പെടാതെ തന്നെ പല സംസ്ഥാനങ്ങളുടെയും സീറ്റുകൾ അതേപടി നിലനിർത്തി കൊടുത്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അങ്ങനെയൊക്കെ ചെയ്യും. 2026 ഇത് പുനർനിർണയിക്കണം എന്നുള്ളത് ഭരണഘടനാ വ്യവസ്ഥയാണ്. ഭരണഘടനാ വ്യവസ്ഥ നടപ്പാക്കലെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഭരണഘടന പിടിച്ച് ആണയിടുന്നു. ഇപ്പൊ അയ്യോ ഭരണഘടന എടുക്കല്ലേ, അത് മാറ്റണം. അതാണ് ഭരണഘടനയനുസരിച്ച് അതൊക്കെ ചെയ്തിരിക്കേണ്ടതാണ്. ആകെയുള്ളത് ഒരു ഭേദഗതി അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ കേരളം തമിഴ്നാടിൻ്റെ 8 സീറ്റ് പോവുമല്ലോ, ഇതൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥ കൊണ്ടുവരാം. അതൊക്കെ പരിരക്ഷിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. ഇതൊക്കെ സീറ്റുകൾ ഒരിടത്തും കുറയില്ല എന്നൊരൊറ്റ സിംഗിൾ ലൈൻ അമെൻമെന്റ് മതി. അതെ, ഇവർക്ക് അത്രേ വേണ്ടുള്ളൂ എങ്കിൽ ഇവർക്ക് ഉത്തർപ്രദേശിൽ കൂടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അതില്ലല്ലോ. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഷയുടെ കാര്യം, ഇതിൻ്റെ കാര്യം, അത് ടാസ്മാക് അഴിമതി ഇപ്പോൾ 1000 കോടി രൂപയാണ്. അല്ല, ഇതിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, അണ്ണാമലയിലേക്ക് തിരിച്ചു വരുമ്പോൾ, അണ്ണാമല എനിക്ക് തോന്നുന്നത് അണ്ണാമലയെ ചിലപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ആകാൻ വലിയ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് വരുമോ, അതല്ല എങ്കിൽ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് അങ്ങനെയും വരാം. പക്ഷേ തമിഴ്നാടിനൊരു സ്ഥാനം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. രാജ്യസഭയിൽ കൊണ്ടുവരാമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണല്ലോ. ഒരു നല്ല വകുപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അഴിമതിയൊന്നുമില്ലാതെ ചെയ്തോളും. ഈ തേവർ എന്ന് പറഞ്ഞ സംഗതി എപ്പോഴും ഒരു പാർട്ടിയിൽ വരേണ്ടതാണ്. അതാണ് സത്യത്തിൽ ജയലളിത എന്തിനാണ് ഈ ശശികലയും കൊണ്ട് നടന്നതെന്ന് ആളുകൾ ചിന്തിക്കും. ജയലളിത അയ്യങ്കാരാണല്ലോ, അത് എണ്ണത്തിൽ വളരെ കുറവാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് എതിരുവാണ്. അതെ, ആയതുകൊണ്ട് അവര് ശശികലയെ കൊണ്ടുനടന്നത് എന്താന്ന് വെച്ചാൽ ശശികല തേവറാണ്. അപ്പോൾ അവര് ആ തേവർ ഏകോപനമൊക്കെ ഈ ജയലളിതയുടെ കൂടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ശക്തിയാണ് ശശികല. അതുകൊണ്ടാണ് ഈ ശശികലയും ഈ ഉരുട്ടി ഇവര് ആവശ്യമില്ലാതെ എന്ന് നമുക്ക് തോന്നുമെങ്കിലും കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നടക്കുന്നത് അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. കേരളത്തിൽ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സത്യത്തിൽ നടന്നിട്ടില്ല. അതിൻ്റെ ശ്രമങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്.
പക്ഷേ അതിൽ ഇനി കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ തമിഴ്നാട് കഴിഞ്ഞിട്ട് കൂടുതൽ സീറ്റുള്ള സ്ഥലങ്ങളല്ലേ പിടിക്കേണ്ടത്. ഇപ്പോൾ രാമേശ്വരത്ത് മറ്റേ പാമ്പൻ പാലം ഉദ്ഘാടനത്തിന് മോദി വരുന്നുണ്ടല്ലോ. രാമേശ്വരമൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ലീഗ് സ്ഥാനാർത്ഥിയാണല്ലോ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാമേശ്വരത്ത് അദ്ദേഹം അയാളാണ് തിരുപ്പറംകുன்றത്ത് പോയിട്ട് തിരുപ്പറംകുன்றம் മല വഖഫിന്റെ ആണെന്ന് പറഞ്ഞത് നവാസ്. അപ്പോൾ മറ്റേ രാമേശ്വരം ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും നടത്തുന്നുണ്ട് മോദി. അപ്പോൾ ഇടക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ മോദി യാത്ര നടത്തുന്നത്, അമിത്ഷാ നടത്തുന്നത്, കോയമ്പത്തൂർ വെറുതെ ഒന്നുമല്ല അവർ പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തവണ ഈ എടപ്പാടി പോയ ശേഷം അണ്ണാമലൈ പോയപ്പോൾ അമിത്ഷായെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ കുറച്ച് നാൾ മുമ്പേ തൊട്ടേ എടപ്പാടി പളനിസ്വാമി വന്നോട്ടെ എന്നൊരു മനസ്സ് അണ്ണാമലൈക്കുണ്ട്. കാരണം പിന്നീടുള്ള എക്സ്പോസ്റ്റിലൊക്കെ പളനിസ്വാമി അണ്ണ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള പ്രയോഗങ്ങളുണ്ടായിരുന്നു. പ്രയോഗങ്ങളിൽ മാറ്റം വന്നിരുന്നു. ഈ ദേശീയ തലത്തിൽ മാറ്റം വരുന്നു എന്നുള്ളത് കണ്ടിട്ട് ഞാൻ അതിന് കമ്മിറ്റഡ് ആണെന്ന് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട് അമിത്ഷായോട്. എന്നിട്ട് അദ്ദേഹം ഒരു ആക്ഷൻ പ്ലാൻ ഇപ്പോൾ ചെന്നപ്പോൾ കൊടുത്തിട്ടുമുണ്ട് എന്നാണ് വാർത്തകൾ. 5 സോണായിട്ട് തിരിക്കുക. പടിഞ്ഞാറ് 54 സീറ്റ്, സൗത്ത് 60 സീറ്റ്, 150 സീറ്റ് കിട്ടാൻ 3 സോൺ നമ്മൾ പിടിച്ചടക്കുക. 180 മുതൽ 190 വരെ കിട്ടാൻ 4 മേഖലകളായിട്ട് തിരിച്ചിട്ട് പ്രവർത്തിക്കുക. തെക്ക് അണ്ണാ DMK-ക്കാൾ നമുക്ക് BJP-ക്ക് സ്വാധീനമുണ്ട്. പക്ഷെ പടിഞ്ഞാറും കുറച്ച് BJP ഉണ്ട്. മറ്റ് ഭാഗങ്ങളിൽ ഈ സഖ്യ കക്ഷികൾ നമ്മുടെ കൂടെ ആവശ്യമുണ്ട് എന്ന് അണ്ണാമലൈ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അണ്ണാമലയുടെയും കൂടെ പ്രപ്പോസലാണ് ഈ മുന്നണി. അണ്ണാമലൈ ഡബിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവന്നല്ലോ. അതെ, ഒറ്റയാൾ പോരാട്ടത്തിൽ വന്നു. തന്റെ പാർട്ടിയുടെ 3%, 4% ഉള്ളിടത്ത് ശേഷി തെളിയിച്ചു. എന്നിട്ട് ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഏറ്റവും അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സിനാറിയോയിൽ ആവശ്യമെന്ന് ബോധ്യപ്പെട്ടിട്ട് അണ്ണാമലൈ തന്നെ മുൻകൈ എടുക്കുകയാണ്. അണ്ണാമലയ്ക്ക് ഇനിയും എത്രയോ കാലം കിടക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള തീർച്ചയായിട്ടും ജാതകമുള്ള ആളാണ്. തീർച്ചയായിട്ടും. ഏതായാലും തമിഴ്നാട്ടിൽ പുതിയ മാറ്റമുണ്ടാവും. അണ്ണാമലൈ മിക്കവാറും കേന്ദ്രമന്ത്രിയായി തമിഴ്നാട്ടിലേക്ക് ഒരു കൊടിപച്ച കാറിൽ വരും. അതുണ്ടാവും. ഈ സ്റ്റാലിൻ തുടങ്ങിയ ആളുകൾക്കൊക്കെ വലിയ ശല്യമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.